ഇത് അവസാനം വരെ എല്ലാവരും കാണണം കേട്ടോ. അങ്ങനെയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ അതുൽ കൃഷ്ണ അങ്ങ് പറഞ്ഞു തന്നിട്ടുണ്ട്. നിങ്ങളുടെ ജീവിതത്തിലേക്ക് പകർത്തിയെടുക്കാൻ പറ്റിയ ഒരുപാട് നല്ല കാര്യങ്ങൾ. അത് വലിയ കഥയാണ്. വലിയ കഥ പോരട്ടെ, കഥ പാർട്ട് 1, KGF പാർട്ട് 1 പോരട്ടെ. അത് എന്ന് പറഞ്ഞാൽ ഞാൻ എന്താ പറയാ, അതാണ് എല്ലാവരെയും സന്തോഷിപ്പിക്കുക അല്ലെ. സന്തോഷിപ്പിച്ചങ്ങോട്ട് കടന്നു കളഞ്ഞാൽ അമർ അക്ബർ അതന്നെ. അപ്പോൾ എന്നോട് പറഞ്ഞു ഓൺലൈൻ ബാച്ച് എടുക്കുന്നത് നല്ലതല്ല. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ഓൺലൈനാണ് ബെസ്റ്റ് തോന്നിയിരുന്നത്. എനിക്ക് പറയാനുള്ളത് സെൽഫ് മോട്ടിവേഷൻ വേണം നമുക്ക് ഓൺലൈൻ ക്ലാസ് കാണുമ്പോൾ. ഓഫ്ലൈൻ ആകുമ്പോൾ നമ്മളെങ്ങനെ പഠിച്ചോളൂ. ഓൺലൈനിൽ നമുക്കൊരു കോൺസെപ്റ്റ് വേണം, പഠിക്കാൻ പറ്റുന്ന കോൺസെപ്റ്റ് വേണം, എന്നാലും നമുക്ക് പഠിക്കാൻ പറ്റുള്ളൂ. എന്ന് വെച്ച് വാട്സപ്പ് ഫേസ്ബുക്ക് യൂസ് ചെയ്യുന്നില്ല എന്നല്ല, ക്ലാസ് കഴിഞ്ഞിട്ട് അതിന് ടൈം ആക്കിയിരിക്കും ഞാൻ. ഹലോ മക്കളെ, ഇന്ന് നമ്മുടെ മുമ്പിലുള്ള ഒരു സ്പെഷ്യൽ ഗസ്റ്റ് ആണ്. നമ്മുടെ +2 പരീക്ഷയിൽ 98.4% വാങ്ങിയിട്ടുള്ള അതുൽ കൃഷ്ണ അല്ലെ. കൺഗ്രാറ്റുലേഷൻസ്. എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ +2 റിസൾട്ട് വന്ന ആ ഒരു സമയത്ത് ഒരു എക്സ്പീരിയൻസ്? റിസൾട്ട് വന്നത് ഒരു 3 മണിക്കാണ്. അപ്പോൾ രാവിലെ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു, ഇത്ര മാർക്ക് കിട്ടുന്ന പ്രതീക്ഷിച്ചില്ല. +1 ഒരു മാർക്ക് പോയല്ലോ, 519, 520, 519. അപ്പോൾ +2 വന്നപ്പോൾ ചെറിയ ടെൻഷൻ ഉണ്ടായിരുന്നു. എക്സാം ടഫ് ആയിരുന്നു, പൊതുവെ ടഫ് ആയിരുന്നപ്പോൾ ചെറിയ പേടി ഉണ്ടായിരുന്നു. പിന്നെ റിസൾട്ട് വന്നപ്പോഴാണ് ഒരു ഇത്ര മാർക്ക് കിട്ടുന്ന പ്രതീക്ഷിച്ചില്ല, ടഫായിട്ട് വന്നിട്ട് കിട്ടി. പൊതുവെ +2 പരീക്ഷ കുറച്ച് ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടായിരുന്നു, നല്ല മാർക്ക് കിട്ടി, എല്ലാത്തിലും A+ കിട്ടി. മാത്രമല്ല 3 മാർക്ക് കിട്ടിയ സന്തോഷമുണ്ട്. മാർക്ക് പറ, അതുകൂടി അറിയില്ലേ? മാർക്ക് എത്രയായിരുന്നു? 1181. അതായത് 19 മാർക്സ് ആണ്. 19 മാർക്സ് അല്ലേ? അതിൽ മെജോറിറ്റി മാർക്ക് ആരാ കൊണ്ടുപോയേ? ഇംഗ്ലീഷാണ് കൊണ്ടുപോയത്. ഇംപ്രൂവ്മെന്റ് ഞാൻ കൊടുത്തിട്ടുണ്ട്. അത് ഇംഗ്ലീഷ് അല്ല കൊടുത്തത്, കെമിസ്ട്രി കൊടുത്തത്. കെമിസ്ട്രി എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സബ്ജക്റ്റ് ആണ്. അപ്പൊ അതിൽ മാർക്ക് പോയപ്പോ ചെറിയ വിഷമം, അപ്പൊ അതിൽ കൊടുത്തു, ഇംപ്രൂവ്മെന്റ് അത് കൊടുത്തു. ഓക്കെ, കുഴപ്പമില്ല. അപ്പൊ നമുക്ക് ഇംപ്രൂവ്മെന്റ് ഒക്കെ കഴിഞ്ഞിട്ട് ഇതിലേക്കാൾ നല്ല മാർക്ക് തന്നെ കിട്ടട്ടെ. മോനെ ഏത് സ്കൂളിലായിരുന്നു പഠിച്ചേ? റഹ്മാനിയ, കാലിക്കറ്റ് റഹ്മാനിയ സ്കൂളിലായിരുന്നു അല്ലെ. എങ്ങനെ റിസൾട്ട് അറിഞ്ഞ സമയത്ത് സ്കൂളിൽ നിന്നൊക്കെ വിളിച്ചോ? സ്കൂളിൽ നിന്ന് വിളിച്ച്, ഫ്രണ്ട്സ് വിളിച്ച്, അതേപോലെ ടീച്ചേഴ്സും വിളിച്ച്. അപ്പോ ഒരു നമുക്ക് ഇത്ര മാർക്ക് കിട്ടിയെന്ന് പറയുമ്പോ അവർക്ക് സന്തോഷം, നമുക്ക് സന്തോഷം. അതാണ് എല്ലാവരെയും സന്തോഷിപ്പിക്കുക അല്ലെ. സന്തോഷിപ്പിച്ചങ്ങോട്ട് കടന്നു കളഞ്ഞാൽ അമർ അക്ബർ. അപ്പൊ പാരന്റ്സിന്റെ ഒക്കെ എങ്ങനെയായിരുന്നു റിയാക്ഷൻ? പാരന്റ്സിന്, അമ്മയ്ക്ക് ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു ഇത്ര മാർക്ക് കിട്ടുമെന്ന്. പക്ഷെ എന്റെ അനിയനും അച്ഛനും അത്ര പ്രതീക്ഷ ഇല്ലായിരുന്നു തോന്നുന്നു. അപ്പോ അമ്മയ്ക്ക് പ്രതീക്ഷ ഉണ്ടായിരുന്നു, കിട്ടുന്ന മാർക്ക് പ്രതീക്ഷ ഉണ്ടായിരുന്നു. അനിയോട് ഞാൻ പറഞ്ഞപ്പോ എനിക്ക് ഇത്ര മാർക്ക് പറഞ്ഞപ്പോ ഇത്ര മാർക്ക് കിട്ടിയോന്ന് എന്നോട് ചോദിക്കുക. അപ്പൊ അത്ര ഒരു എക്സൈറ്റ്മെന്റ് ആയിരുന്നു, കിട്ടുന്ന പ്രതീക്ഷിച്ചില്ല. അപ്പൊ പെട്ടെന്നൊരു ഇതായിരുന്നു. അപ്പൊ ഈ ഇന്റർവ്യൂ കാണുന്ന മക്കൾക്കൊക്കെ ആഗ്രഹം ഉണ്ടാവും, എങ്ങനെയാണ് ഇത്രയും സ്കോറിലേക്ക് എത്തിയത് എന്ന് അറിയാൻ ഒരു ആഗ്രഹം. എന്താണ് അതിന്റെ ഒരു സീക്രട്ട്? എന്താ? ഞാൻ +2 പഠിച്ചത് വിലയ ബാച്ചിലാണ്. പിന്നെ ആ ക്ലാസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, എക്സ്പെഷ്യലി പറയുക ബയോളജി ക്ലാസ്. ബയോളജി ക്ലാസ്സിന്റെ ഷോർട്ട് നോട്ട്സ് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുണ്ട്. ഞാൻ ഈവൻ ടെക്സ്റ്റ് ബുക്ക് വായിക്കാൻ തന്നെ ഷോർട്ട് നോട്ട് മാത്രം ക്ലാസ്സിൽ പോയിട്ടുണ്ട്. ബയോളജിയിൽ ഇവിടെ 2-3 പേരുണ്ടല്ലോ, അർച്ചന മിസ്, സ്നേഹ മിസ്, ATR മിസ്. എന്റെ ക്ലാസ് ഓൺലൈൻ റെക്കോർഡ് ക്ലാസ്സും അതേപോലെ തന്നെ യൂട്യൂബ് ലൈവ് ക്ലാസ് ഞാൻ കാണലുണ്ട്. ഒന്നുപോലും മിസ്സാക്കാറില്ല, എല്ലാം കാണലുണ്ട്. അപ്പൊ അതിലെ ഡീറ്റെയിൽഡ് നോട്ട്സ് ഉണ്ട്, നമ്മള് ടീച്ചേഴ്സ് ബോർഡിൽ എഴുതുന്നതും അതേപോലെ തന്നെ ബുക്കിൽ തന്ന നോട്ട്സും. അത് മാത്രം പഠിച്ച് സ്കൂളിൽ പോയിട്ടുണ്ട്. ഇത് നല്ല മാർക്ക് കിട്ടിയിട്ടുണ്ട്. ടെക്സ്റ്റ് ബുക്ക് പോലും വായിക്കാതെ ഞാൻ പോയിട്ടുണ്ട്, ഇത് നല്ല മാർക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ അലൻ സാറിന്റെ മാത്സ്, അത് പറയേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും അറിയുന്ന ക്ലാസ് തന്നെയാണ്. അത് നല്ല ക്ലാസ് ആണ്. മാത്സിൽ ഇപ്പൊ ഫുൾ മാർക്കാണ് എനിക്ക്, ടോട്ടൽ എല്ലാത്തിലും ഫുൾ മാർക്കാണ്. അതിന് പ്രധാന കാരണം അയൽ സാർ തന്നെയാണ്. പിന്നെ അത് മാത്രമല്ല മെഗാ മിസ്സും ഉണ്ട് കൂടെ സപ്പോർട്ടായിട്ട് ക്ലാസ്സിൽ. അടിപൊളി. അപ്പോ എല്ലാ സബ്ജക്റ്റും കംപ്ലീറ്റ്ലി നമ്മുടെ ബാച്ചിന്റെ ഒരു ക്രെഡിറ്റ് ആണ്. മോൻ എത്രത്തോളം അതിപ്പോ പറഞ്ഞല്ലോ, മോനെ ഈ ഒരു +1 അല്ലെങ്കിൽ +2 ചേർന്നത് ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോം ചൂസ് ചെയ്തപ്പോ വീട്ടിൽ നിന്ന് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു? വീട്ടിൽ നിന്ന് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ എന്നോട് പറഞ്ഞു ഓൺലൈൻ ബാച്ച് എടുക്കുന്നത് നല്ലതല്ല, ഓഫ്ലൈൻ കുറച്ചുകൂടി നല്ലതെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് ഓൺലൈനാണ് ബെസ്റ്റ് തോന്നിയിരുന്നത്. കാരണം എനിക്ക് ഓഫ്ലൈനിൽ പോയി വരാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് ഞാൻ പറഞ്ഞു. അപ്പൊ അമ്മ പറഞ്ഞു കുഴപ്പമില്ല, ഓൺലൈനിൽ താല്പര്യം എടുത്തോളാൻ പറഞ്ഞു. പിന്നെ ഞാൻ കംഫർട്ട് ആയിരുന്നു. എനിക്ക് പറയാനുള്ളത് സെൽഫ് മോട്ടിവേഷൻ വേണം നമുക്ക് ഓൺലൈൻ ക്ലാസ് കാണുമ്പോൾ. ഓഫ്ലൈൻ ആകുമ്പോൾ നമ്മൾ എങ്ങനെ പഠിച്ചോളൂ. ഓൺലൈനിൽ നമുക്കൊരു കോൺസെപ്റ്റ് വേണം, പഠിക്കാൻ പറ്റുന്ന കോൺസെപ്റ്റ് വേണം, എന്നാലും നമുക്ക് പഠിക്കാൻ പറ്റുള്ളൂ. അതൊരു കോൺസെപ്റ്റ് വേണം. അപ്പൊ പലർക്കും ഈ രക്ഷിതാക്കൾക്കൊക്കെ ഉള്ള പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൺലൈൻ ആകുമ്പോൾ മക്കള് ഫോൺ കയ്യിലായിരിക്കും. അപ്പോ ഈ ആപ്പ് മാത്രമല്ല വേറെ പലതും വരും. അപ്പൊ ഈ ഡിസ്ട്രാക്ഷൻസ് ഒക്കെ എങ്ങനെയാ കൺട്രോൾ ചെയ്തേ? ഞാൻ പിന്നെ ക്ലാസ് കാണുമ്പോൾ എക്സാമിന്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് ആ ക്ലാസ് കാണുമ്പോൾ അത് മാത്രമേ കയറുള്ളൂ. അല്ലാതെ ഇൻസ്റ്റാഗ്രാം, വാട്സപ്പ് അതിൽ ഞാൻ കയറാറേ ഇല്ല. ഞാൻ ക്ലാസ് കാണുന്ന ടൈമിൽ അത് മാത്രം കാണും. എന്ന് വെച്ച് വാട്സപ്പ്, ഫേസ്ബുക്ക് യൂസ് ചെയ്യുന്നില്ല എന്നല്ല, ക്ലാസ് കഴിഞ്ഞിട്ട് അതിന് ടൈം മാറ്റി വെക്കും. ഞാൻ അതിന് പ്രത്യേക സമയം ക്ലാസ് 2 മണിക്കൂർ ക്ലാസ്സാണ്, 2 മണിക്കൂർ ക്ലാസ് മൊത്തം കണ്ടിട്ട് ഞാൻ ചെയ്യുള്ളൂ. പിന്നെ ഒരു ദിവസത്തേക്ക് മാറ്റി വെക്കില്ല, ക്ലാസ് മൊത്തം അന്ന് തീർക്കും. അപ്പൊ പെൻഡിങ് വെക്കാറില്ല? പെൻഡിങ് വെച്ചാൽ എന്തായിരിക്കും പ്രശ്നം? പെൻഡിങ് വെക്കുകയാണെങ്കിൽ ഒരു എന്താ പറയുക, നമുക്ക് തുടർന്നുള്ള ക്ലാസ് കാണാൻ ഡിഫിക്കൽറ്റി വരും. പിന്നെ ക്ലാസ് അപ്ഡേറ്റ് ആവാതിരിക്കും.
പിന്നെ അത് മാത്രമല്ല കോൺസെപ്റ്റ് ചിലപ്പോൾ മനസ്സിലായിന്ന് വരില്ല, ചിലപ്പോൾ ഒരു ക്ലാസ് പെൻഡിങ് വെച്ച് മറ്റേ കാണുമ്പോഴും ഒരു ബുദ്ധിമുട്ട് വരും. അപ്പൊ മാക്സിമം ഇപ്പോ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ, ഈ കാണുന്ന മക്കൾ ചിലപ്പോൾ +1 +2 കാലെടുത്ത് വെക്കുന്നവരായിരിക്കാം, ചിലപ്പോൾ SSLC കാലെടുത്ത് വെക്കുന്നവരായിരിക്കാം. അങ്ങനെയുള്ള മക്കൾ തീർച്ചയായിട്ടും ഈ ഒരു കാര്യം ഓർത്തു വെക്കണം. നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യരുത്, ഒരു ചാപ്റ്റർ ഒരു ക്ലാസ് ഒന്നും പെൻഡിങ് വെക്കരുത്. പഠിക്കേണ്ട സമയത്ത് പഠിക്കേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു പോയാൽ നമുക്ക് ബേസ് സ്ട്രോങ് ആവും, അടിപൊളിയായിട്ട് കൺസെപ്റ്റ് ഒക്കെ മനസ്സിലായിട്ട് നമുക്ക് ഫുൾ മാർക്കിലേക്കൊക്കെ എത്താൻ വേണ്ടി പറ്റും. യെസ്, ഇനി നമ്മുടെ ഉയരെ ബാച്ചിൽ മോനെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഫീച്ചർ ഏതാന്ന് വെച്ചാൽ എന്താ പറയാ? ഫീച്ചർ എനിക്ക് ഒരുപാട് ഫീച്ചേഴ്സ് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഒന്നാമത്തെ കാര്യം, ഒരു ചാപ്റ്റർ കഴിയാനല്ലേ, ആ ചാപ്റ്റർ റെക്കോർഡ് ക്ലാസ് മൊത്തം കഴിഞ്ഞാൽ അതിന് ലൈവ് ക്ലാസ് വരണ്ടാവും. അതിൽ ഡൗട്ട് ക്ലിയറൻസും അതേപോലെ തന്നെ എന്താ ടോപ്പിക്ക് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അത് വിട്ടു പോകാറില്ല, എന്നാലും എക്സാം ടോപ്പിക്കും കൂടെ പറഞ്ഞുതരും യൂട്യൂബ് ലൈവിൽ പേഴ്സണലായിട്ട് നമ്മുടെ എക്സാം. അതെനിക്ക് ഭയങ്കര യൂസ്ഫുൾ ആയി തോന്നി. അത് മാത്രമല്ല ക്ലാസ് മൊത്തം കഴിഞ്ഞിട്ട് PYQ സെക്ഷൻസ് ഉണ്ട്. ആ PYQ എന്ന് പറയുന്നത് സാധാ PYQ തരികയില്ല, മാത്രമല്ല വീഡിയോ ക്ലാസ് എന്നിട്ട് ആ PYQ ഓരോന്നും എന്താ പറയാ എക്സ്പ്ലെയിൻ ചെയ്യും, ഇത് ഇങ്ങനെ വരും ഇതങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഭയങ്കര യൂസ്ഫുൾ എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പൊ ഒരുപാട് ഫീച്ചേഴ്സ് മോനെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അതില് ഇന്ന ഫീച്ചർ എന്ന് പറയാനില്ല, എല്ലാം അല്ലെ. അതായത് ഇപ്പോ PYQസിന്റെ വീഡിയോ സൊല്യൂഷൻസ് ആണെങ്കിലും അതുപോലെ തന്നെ ലൈവ് ക്ലാസ്സുകളാണെങ്കിലും ഡൗട്ട് ക്ലിയറൻസ് ആണെങ്കിലും എല്ലാം. മോനെ എങ്ങനെ നമ്മുടെ ബാച്ചിലെ എക്സാംസ് ഒക്കെ അറ്റൻഡ് ചെയ്യാറുണ്ട്? എക്സാംസ് സത്യം പറയണോ ചെയ്യാറുണ്ട്. പക്ഷെ നല്ലൊരു മാർക്ക് കിട്ടാറുണ്ട്. 40 മാർക്ക് 35-30 കിട്ടാറുണ്ട്. പക്ഷെ ഞാൻ ചെയ്യും, എക്സാം ചെയ്യും. പഠിച്ചിട്ടില്ലെങ്കിൽ കൂടി എക്സാം അറ്റൻഡ് ചെയ്യും. എക്സാം ഞാൻ അങ്ങനെ ബാക്കി വയ്ക്കാറൊന്നുമില്ല, എല്ലാം അപ്ഡേറ്റ് ചെയ്തിട്ട് പോകാറുണ്ട്. പക്ഷെ നല്ല മാർക്ക് കിട്ടിയിട്ടില്ലെങ്കിലും അതായത് അറ്റൻഡ് ചെയ്ത ഒരു മനസ്സംതൃപ്തിയാണ്. അതായത് നമുക്ക് ഒരുപാട് എന്താ പറയാ ചാലഞ്ചിങ് ക്വസ്റ്റ്യൻസ് ഒക്കെ അല്ലേ. അതായത് നമുക്ക് പാറ്റേൺ മാറിയതിനു ശേഷം നമ്മൾ അങ്ങനെ ഒരു സംഭവം തന്നെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ ബാച്ചിൽ. അപ്പോ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്തതിലൂടെ മോൻ എന്തെങ്കിലും ഇമ്പ്രൂവ്മെന്റ് ഉണ്ടായിട്ടുണ്ട്? ഇമ്പ്രൂവ്മെന്റ് പൊതുവെ ഉണ്ടായിട്ടുണ്ട്. കാരണം എക്സാം എഴുതി കഴിഞ്ഞാൽ ചില ക്വസ്റ്റ്യൻസ് കിട്ടാറില്ല. അപ്പൊ എനിക്ക് സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കുക ക്വസ്റ്റ്യൻസ്. അത് പിന്നെ ഡൗട്ട് ക്ലിയറൻസ് ഞാൻ ചോദിക്കാറുണ്ട്, മിസ് അതിന് റിപ്ലൈ തരാറുണ്ട്. അത് മൂലം ഭയങ്കര യൂസ്ഫുൾ ആണ്. കാരണം ഇപ്പൊ കഴിഞ്ഞ എക്സാം കുറച്ച് ടഫ് ആയിരുന്നു. ആ പല ക്വസ്റ്റ്യൻസ് അതിൽ ചോദിച്ച ക്വസ്റ്റ്യൻസ് ഉണ്ട്, എല്ലാ ക്വസ്റ്റ്യൻസും ഇല്ല, ചിലത് ചോദിച്ച ക്വസ്റ്റ്യൻസും കൂടിയാണ്. അപ്പൊ അത് ഭയങ്കര യൂസ്ഫുൾ ആയി തോന്നി എനിക്ക്. ഇനി അടുത്ത ചോദ്യം, നമ്മുടെ എക്സാമിനറിലേക്ക് എങ്ങനെ എത്തി? അത് വലിയ കഥയാണ്. പാർട്ട് 1 KGF പാർട്ട് 1. അത് എന്ന് പറഞ്ഞാൽ ഞാൻ എന്താ പറയാ 8ാം ക്ലാസ് പഠിക്കുമ്പോഴാണ് കോവിഡ് വരുന്നത്. കോവിഡ് പിന്നെ വന്ന് 9 പൈജാം കോവിഡ് കഴിഞ്ഞു. പിന്നെ ഓഫ്ലൈൻ ക്ലാസ്സിലേക്ക് കയറുമ്പോൾ അതൊരു ഓൺലൈൻ ക്ലാസ് ഉണ്ടായിരുന്നത്. അന്ന് മുതൽ എക്സാമിന് കൂടെ ഉണ്ട്. പിന്നെ എക്സാമിലേക്ക് ജോയിൻ ചെയ്യാൻ ഇവിടെ കാലിക്കറ്റ് സെന്ററിലുള്ള കാര്യം എനിക്ക് അറിയില്ല. പിന്നെ ഇന്ന് ഫോളോ ചെയ്ത് യൂട്യൂബ് ക്ലാസ്സിനെ ഫോളോ ചെയ്തത്. പിന്നെ 10ാം ക്ലാസ് യൂട്യൂബ് ക്ലാസ് ഫോളോ ചെയ്ത്, +1 യൂട്യൂബ് ക്ലാസ് ഫോളോ ചെയ്ത്, +2ലേക്ക് പറഞ്ഞ എല്ലാവരും പറഞ്ഞ് എന്റെ ഫ്രണ്ട്സ് എല്ലാം റെക്കമെൻഡ് ചെയ്ത് എനിക്ക് പേഴ്സണലി അറിയായിരുന്നു എക്സാം ടോപ്പാണ്. അത് മാത്രമല്ല കുറെ റിസൾട്ട് വരുന്നുണ്ട് പറഞ്ഞ് ഞാൻ +2 ഉയരെ ബാച്ചിലേക്ക് എത്തിയത്. ഞാൻ പിന്നെ എനിക്ക് ഇപ്പൊ പറയുന്നത് നല്ല കംഫോർട്ട് ആയിരുന്നു ഉയരെ ബാച്ച്. അപ്പോ നമ്മുടെ 8ാം ക്ലാസ്സിലെ ആ ഒരു കൊറോണ സമയത്തിന് ശേഷമാണ് ഞാൻ ആ ഒരു ബന്ധമാണ്. SSLCയിലൊക്കെ ഒരുപാട് ക്ലാസ്സുകൾ നമ്മൾ മാരത്തോണെ കൊടുത്തിരുന്നു. അതൊക്കെ എത്രത്തോളം SSLC റിസൾട്ടിനെ ബാധിച്ചിട്ടുണ്ട്? SSLCയിൽ ഫുൾ A+ തന്നെയായിരുന്നു. അതും എക്സാം ക്ലാസ് മാത്രമേ കണ്ടിട്ടുള്ളൂ, വേറെ പ്ലാറ്റ്ഫോം യൂസ് ചെയ്തിട്ടില്ല. ഞാൻ മൊത്തം എക്സാം തന്നെ കണ്ടിട്ടുള്ളൂ. അപ്പൊ അതിന്റെ ഒരു ബെനിഫിറ്റ് എനിക്ക് പണ്ടേ ഇവിടെ അറിയാം. അതുകൊണ്ടാണ് ഈ 2 കൊല്ലം ശരിക്കും +1 ജോയിൻ ചെയ്യാൻ പറ്റിയില്ല, അതൊരു +2ലേക്ക് ജോയിൻ ചെയ്തു. അപ്പൊ ഈ 2 കൊല്ലം എക്സാം മാത്രമേ കണ്ടിട്ടുള്ളൂ ഞാൻ. അത് ഭയങ്കര യൂസ്ഫുൾ ആയി എനിക്ക് തോന്നിയത്. അപ്പൊ ഒരുപാട് ഫാക്കൽറ്റീസിനെ മോൻ കണ്ടിട്ടുണ്ടാവല്ലോ. മോന്റെ ഫേവറേറ്റ് ആരാ? അയ്യോ, സത്യം പറയാം, അങ്ങനെ എനിക്ക് ഇഷ്ടമില്ലാത്ത ആരും ഇല്ല ഇവിടെ, എല്ലാരും ഇഷ്ടമാണ്. ഞാൻ എന്റെ ടീച്ചേഴ്സിന് ഇഷ്ടപ്പെടുന്നില്ല, ഒരു ടീച്ചിങ് ഒരു സ്റ്റൈൽ വെച്ചിട്ടാണ്. അപ്പൊ എനിക്ക് പേഴ്സണലി അഭിപ്രായം പറയുന്നത് അലക്സ് സാറ്, ഫിസിക്സിന്റെ അലക്സ് സാറിന്റെ സാറ് പഠിപ്പിക്കുന്ന രീതി പറഞ്ഞാൽ ഡെയിലി ഫിസിക്സ് കമ്പൈൻ ചെയ്തിട്ടാ. അത് നമുക്ക് എന്താ പറയാ ഒന്ന് റിവൈസ് ചെയ്യാനും ഓർത്തെടുക്കാനും ഭയങ്കര ഒരു കഴിവ് തരുന്നുണ്ട്. പിന്നെ പെട്ടെന്ന് ഫൊർഗീവ്നെസ് മറന്നു പോകാനൊന്നുമില്ല. പ്രത്യേക രീതിയിൽ സാറിന് ക്ലാസ് എടുക്കുക, അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്നുവെച്ചാൽ ആരും മോശമാണെന്നല്ലേ പറയുന്നത്. അല്ല ഇപ്പൊ മമ്മൂട്ടിയെ നല്ലതാണെന്ന് പറഞ്ഞത് മോശമല്ലല്ലോ. അല്ല, മോശമല്ല, ബാക്കിയുള്ള രീതി എനിക്ക് ഇഷ്ടമാണ്. പക്ഷെ അലക്സ് സാർ കൂടുതൽ ഇഷ്ടമാണ്. എല്ലാവർക്കും അങ്ങനെ ഉണ്ടാവും. യെസ്, അപ്പൊ അലക്സ് സാറിന്റെ ഒരു ഫാനാണ് അല്ലേ? അലക്സ് സാർ ഇത് കാണുന്നുണ്ടാവും. ഇനി സെക്കൻഡ് ലാംഗ്വേജ് ഏതായിരുന്നു? സെക്കൻഡ് ലാംഗ്വേജ് മലയാളം. മലയാളത്തിൽ ക്ലാസ് കിട്ടിയിട്ടില്ല. അത് കുഴപ്പമില്ല, നമുക്ക് സെക്കൻഡ് ലാംഗ്വേജ് ഏതെങ്കിലും ഒന്ന് ചൂസ് ചെയ്യണമെന്നേ ഉള്ളൂ. ഫുൾ മാർക്ക് ആയിരുന്നോ? സെക്കൻഡ് ലാംഗ്വേജ് ഫുൾ മാർക്ക് ക്ലാസ് കാണാനുണ്ടായിരുന്നു. അതിന് നമ്മുടെ എക്സാമിനർ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടോ? ഒബ്വിയസ്ലി എക്സാമിനറിന്റെ ക്ലാസ് തന്നെ കൂടുതലും ഞാൻ പറഞ്ഞല്ലോ. സെക്കൻഡ് ലാംഗ്വേജ് പറഞ്ഞ എക്സാമിനർ ആപ്പിലും ക്ലാസ് ഉണ്ടായിരുന്നു. ഞാൻ യൂട്യൂബ് ക്ലാസ് കാണില്ല, ആപ്പിൽ ക്ലാസ് കൂടുതൽ കാണുന്നത്. അതാണ് ടോപ്പിക് വൈസ്, അതായത് സബ്ജക്റ്റിലെ ടോപ്പിക് വൈസ് എന്താ പറയാ ടോപ്പിക് വൈസ് പാഠസംഗ്രഹം എന്നൊക്കെ പറയില്ലേ, അതൊക്കെ സമ്മറി അതന്നെ. അത് മൊത്തം ഇരുന്ന് കാണണം, അത് വായിച്ച് പഠിക്കും, അത് തന്നെ എക്സാം എഴുതും. ഷാജി സാറിന്റെ ഒരു ഫാനാണ്. നേരിട്ട് കാണാന്നൊരു ആഗ്രഹം ഉണ്ട്, പക്ഷെ കണ്ടിട്ടില്ല. ഷാജി സാർ നമ്മൾ നാട്ടുകാരല്ലോ വരാലോ. യെസ്, അപ്പൊ തീർച്ചയായിട്ടും സെക്കൻഡ് ലാംഗ്വേജ് ഒക്കെ ഒരുപാട് പേർക്ക് സംശയം ഉണ്ടാവും, അതൊന്ന് പറഞ്ഞു കൊടുക്കും. അതായത് എങ്ങനെ ഒരു സെക്കൻഡ് ലാംഗ്വേജ് ചൂസ് ചെയ്യണം 10ാം ക്ലാസ് കഴിഞ്ഞിട്ട്? സെക്കൻഡ് ലാംഗ്വേജ് +1 മലയാളം,
അതേപോലെ തന്നെ ഹിന്ദി, അറബി, ഉറുദു, തമിഴ്, അങ്ങനെ കുറെ ലാംഗ്വേജ് ഉണ്ട്. അതിൽ എനിക്ക് കംഫർട്ട് തോന്നിയത് മലയാളമാണ്. ഹിന്ദി എനിക്ക് ഇഷ്ടമായിരുന്നു, പക്ഷെ എനിക്ക് കുറച്ചുകൂടി കംഫർട്ട് മലയാളമായിരുന്നു. മലയാളം ഒരുപാട് എഴുതണം എന്നൊക്കെ പറയുന്നതിൽ എത്രത്തോളം വാസ്തവം? ഒരുപാട് എഴുതാനുണ്ട്, പക്ഷെ നമ്മൾ മനസ്സിലാക്കി പഠിച്ചിട്ട് നമ്മളെ കോൺസെപ്റ്റ് അതിൽ എഴുതിയാൽ മതി. അല്ലാതെ ഒരുപാട് എഴുതാനൊന്നും ഇല്ല. എഴുതാനുണ്ട്, പക്ഷെ നമ്മൾ സംബന്ധിച്ചിടത്തോളം കുറച്ച് എഴുതിയാൽ മതി. നമ്മൾ പഠിച്ചത് എന്താണ് അത് എഴുതുക. അല്ലാതെ ഒരു 10-15 പേജൊന്നും എടുത്ത് എഴുതേണ്ട കാര്യമില്ല. വളരെ വൃത്തിയിൽ അങ്ങോട്ട് എഴുതുക. നമുക്ക് എന്താണ് അറിയുന്നത് അത് എഴുതി വെച്ചാൽ മതി, അതിന് മാർക്ക് കിട്ടിക്കോളൂ. അപ്പൊ ആശങ്ക നീക്കിയിട്ടുണ്ട് നമ്മുടെ മോൻ. അതായത് മലയാളം എടുക്കണം നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടോ, മറ്റുള്ളവരൊന്നും പറയും നോക്കണ്ട, നിങ്ങൾക്ക് മലയാളം ഇഷ്ടമാണോ, നിങ്ങൾ തീർച്ചയായിട്ടും മലയാളം ചൂസ് ചെയ്യുക. ഇനി അതല്ലേ ഹിന്ദിയാണ് ഇഷ്ടമെങ്കിൽ ഹിന്ദി ചൂസ് ചെയ്യുക. ഞാൻ എപ്പോഴും പറയുന്നത് അറബി പഠിച്ച ആളോട് അറബി എടുക്കാനും, സാൻസ്ക്രിറ്റ് പഠിച്ച ആളോട് സാൻസ്ക്രിറ്റ് എടുക്കാനും, ഉറുദു പഠിച്ച ആളോട് ഉറുദു എടുക്കാനും. കാരണം അതാണ് ഏറ്റവും ലെസ് എഫേർട്ടിൽ നമുക്ക് ഫുൾ മാർക്ക് നേടിത്തരാം. മലയാളം ഹിന്ദി കുറച്ച് എഴുതാനുണ്ട് എന്നുള്ളതായിരുന്നു. അപ്പൊ കുഴപ്പമൊന്നുമില്ല എന്നാണ് ഇവിടെ മോൻ പറയാം. അതിൽ കൃഷ്ണ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഓക്കെ, യെസ്. ഇനി മോന്റെ ഒരു സ്റ്റഡി റൂട്ടീൻ ഒക്കെ എങ്ങനെയാ? രാവിലെ നേരത്തെ എണീറ്റ് പഠിക്കുന്ന ആളാണോ? രാവിലെ നേരത്തെ എണീറ്റ് പഠിക്കും, പക്ഷെ ഇടയ്ക്ക് എണീക്കും. ഒരു 5 മണിക്ക് എണീക്കും. എക്സാമിന്റെ ഒരു ഇപ്പൊ ഓണം എക്സാം, ക്രിസ്മസ് എക്സാം, പബ്ലിക് എക്സാമിന്റെ ഒരു 2 ആഴ്ച മുമ്പൊക്കെ, ഒരാഴ്ച മുമ്പൊക്കെ രാവിലെ 5 മണിക്ക് എണീറ്റ് പഠിക്കും. ഇതിലേക്ക് സ്കൂളിലേക്ക് പോവുക, അല്ലെങ്കിൽ സ്കൂളില്ലാത്ത ദിവസം വീട്ടിൽ നിന്ന് പഠിക്കും. എൻ്റെ ഒരു പ്ലാൻ എന്ന് പറഞ്ഞാൽ ആദ്യം ചാപ്റ്റർ തീർക്കും. ഞാൻ ആദ്യം നോട്ട്, എക്സാമിന്റെ ക്ലാസ് കാണും, നോട്ട് ഉണ്ട്, അതേപോലെ തന്നെ ഇവിടെ നിന്ന് ബുക്കും, രണ്ടും കൂടെ പഠിച്ച് ചാപ്റ്റർ തീർക്കും. ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഞാൻ ചെയ്യുന്ന 2 കാര്യങ്ങൾ, ഒന്ന് PYQ, രണ്ടാമത്തെ എക്സാമിനറിന്റെ പേഴ്സണൽ ആയിട്ടുള്ള മറ്റേ എക്സാം ഓറിയന്റഡ് ക്വസ്റ്റ്യൻസ്, അത് നമ്മുടെ ബുക്കിലുള്ളത്. അത് രണ്ടും ഞാൻ ചാപ്റ്റർ പഠിക്കാൻ 2 മണിക്ക് ടൈം എടുക്കും. അതിൽ 1 മണിക്കൂർ ഞാൻ PYQസും മറ്റേ 1 മണിക്കൂർ എക്സാമിന്റെ ക്വസ്റ്റ്യൻസ് ചെയ്യും. പിന്നെ 1 മണിക്കൂർ ചാപ്റ്റർ തീർക്കുക. ടോട്ടൽ 3 മണിക്കൂർ ചാപ്റ്റർ മൊത്തം തീർക്കും. അപ്പൊ മക്കളെ നിങ്ങൾ തീർച്ചയായിട്ടും ഫോളോ ചെയ്യേണ്ട ഒരു കാര്യമാണ്. അതായത് വെറും ക്ലാസ്സുകൾ മാത്രമല്ല ഫോളോ ചെയ്തിട്ടുള്ളത്, നമ്മുടെ ബുക്ക് സെറ്റിലെ ഫീച്ചേഴ്സ് ആയിട്ടുള്ള നമ്മുടെ PYQസും കാര്യങ്ങളും അതും നോക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ അതിലുള്ള ഷോർട്ട് നോട്ടും കാര്യങ്ങളും എക്സാം ഓറിയന്റഡ് ക്വസ്റ്റ്യൻസും എല്ലാത്തിന്റെയും ഒരു പ്രൊഡക്റ്റ് ആണ് നമ്മുടെ അതുൽ കൃഷ്ണ എന്ന് പറയുന്നത്. അതായത് ചുമ്മാ യൂട്യൂബിലോ അല്ലെങ്കിൽ ഓൺലൈൻ ക്ലാസ്സിലോ ചേർന്നുകൊണ്ട് മാത്രം കാര്യമില്ല, നമ്മൾ വർക്ക് ചെയ്യണം. നിർബന്ധം. വർക്ക് ചെയ്താലേ റിസൾട്ട് ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് തീർച്ചയായിട്ടും ഹാർഡ് വർക്ക് ചെയ്യുന്നവർക്ക് റിസൾട്ട് ഉണ്ടാവും. നമ്മുടെ ബുക്ക് സെറ്റിനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് ചോദിക്കുകയാണ്. ബുക്ക് സെറ്റില് മോൻ എങ്ങനെയാ ബുക്ക് സെറ്റ് യൂസ് ചെയ്യുന്ന ഒരു രൂപം എങ്ങനെയാ ഒന്നുകൂടെ ഒന്ന് പറഞ്ഞുതരാം. ഞാൻ ചാപ്റ്റർ പഠിച്ചു കഴിഞ്ഞിട്ട് ബുക്ക് സെറ്റ് യൂസ് ചെയ്യും. ബുക്ക് സെറ്റ് യൂസ് ചെയ്ത് പറഞ്ഞാൽ PYQs ചെയ്യാലോ. പിന്നെ PYQs ചാപ്റ്റർ പഠിച്ചു കഴിഞ്ഞാൽ PYQs എളുപ്പം ചെയ്യാൻ പറ്റും. പിന്നെ ടഫ് പറഞ്ഞ എക്സാമിന്റെ ക്വസ്റ്റ്യൻസ് ആണ്. ആ ടഫാണ് വെച്ചാൽ നമ്മൾ ഒഴിവാക്കരുത്. കാരണം ചിലപ്പോൾ എക്സാം അതായിരിക്കും വരല്. ഇപ്പോഴത്തെ കാറ്റഗറി എക്സാം ലെവൽ ഡിഫിക്കൽട്ട് ആയിക്കൊണ്ടിരിക്കുക. അപ്പൊ നമ്മൾ എക്സാം വേണ്ടി ക്വസ്റ്റ്യൻസ് ചെയ്യണം. അത് പറഞ്ഞാൽ 3 മാർക്ക് ക്വസ്റ്റ്യൻസ്, 2 മാർക്ക് ക്വസ്റ്റ്യൻസ്, 5 മാർക്ക് ക്വസ്റ്റ്യൻസ് അങ്ങനെ കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ടാവും. അത് നമ്മൾ ചെയ്യുമ്പോൾ ചിലപ്പോൾ ഡിഫിക്കൽട്ട് തോന്നും. പിന്നെ നമ്മൾ സെർച്ച് ചെയ്തിട്ടോ അല്ലെങ്കിൽ ഡോക്ടേഴ്സിൽ ചോദിച്ചിട്ടോ നമ്മൾ ചെയ്യുക. നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഒരുവിധം ചാപ്റ്റർ മൊത്തം കഴിഞ്ഞ് ആ ക്വസ്റ്റ്യൻസ് എൻട്രൻസ് ചോദിക്കാറുണ്ട്. ഞാൻ കെയിം എഴുതി പൈന ചോദിച്ചത് 2-3 ക്വസ്റ്റ്യൻസ് ആയിരുന്നു. യെസ്. അപ്പോ ബുക്ക് സെറ്റും വെറുതെ ചുമ്മാ തട്ടിക്കൂട്ടിയ ഒരു ബുക്ക് സെറ്റ് അല്ല. അത് എനിക്ക് എടുത്തു പറയാലോ. ചോദിച്ചു എക്സാമിന് ഏത് ഫെസിലിറ്റി കൂടുതൽ ഇഷ്ടപ്പെട്ടത്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ബുക്ക് സെറ്റ് ആണ്. അത് ഭയങ്കര ഒരു എന്താ പറയാ, ഒരു കുട്ടികളെ അറിഞ്ഞുണ്ടാക്കിയ ഒരു ബുക്ക് സെറ്റ് പോലെ എനിക്ക് തോന്നിയത്. ഞാൻ പല റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട് അങ്ങനത്തെ ബുക്ക് സെറ്റ്. ഓക്കെ, അപ്പൊ അതൊക്കെ ഞാനും പഠിച്ചിരുന്ന ബുക്ക് സെറ്റ് കേട്ടോ. ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് എക്സാമിനറിന്റെ ബുക്ക് സെറ്റ് ഉണ്ട്. ഒന്നും ഓൺലൈൻ പ്ലാറ്റ്ഫോം ഇല്ലാന്നേ ഉള്ളൂ. നമുക്കൊരു സബ്ജക്ട് ബേസിൽ, അതായത് ഹിന്ദി പഠിക്കണം അല്ലെങ്കിൽ ഫിസിക്സ് പഠിക്കണം, കെമിസ്ട്രി, അങ്ങനെ സബ്ജക്ട് ഓറിയന്റഡ് ആയിട്ട് ബുക്ക് സെറ്റ് നമുക്ക് അവൈലബിൾ ആയി തുടങ്ങിയത് എനിക്ക് തോന്നുന്നു എന്റെ ഒരു ഓർമ്മയിൽ എക്സാമിനറിലാണ് ആദ്യമായിട്ട് അങ്ങനെ ഒരു പരിപാടി വന്നത്. മറ്റേതൊക്കെ മൊത്തത്തില് ലക്കം അങ്ങനെ ചെയ്യുന്നുണ്ടായിരുന്നു. സ്പെഷ്യലൈസേഷൻ വന്നിട്ടുണ്ടായിരുന്നത് എക്സാമിനർ ഞാൻ പഠിക്കുന്ന സമയത്തെ കാര്യം കേട്ടോ. ഇപ്പൊ പല ബുക്കുകളും ഉണ്ട്. യെസ്. അപ്പോ അതൊക്കെയാണ് നമുക്ക് മോന്റെ എന്താ പറയുക സ്റ്റഡി റൂട്ടീൻ എന്ന് പറയുന്നത്. അപ്പൊ രാവിലെ നേരത്തെ എണീക്കാറുണ്ടായിരുന്നു പരീക്ഷ സമയത്ത്. എല്ലാ സമയത്ത് എണീക്കാറൊന്നുമില്ല. രാത്രി ഓവർ ടൈം ഇരുന്ന് പഠിക്കാറൊന്നുമില്ല. ഒരു 10 മണി 11 മണി എനിക്ക് ഉറക്കം നിർബന്ധം. എനിക്ക് ഞാനൊരു 6-7 മണിക്കൂർ ഉറങ്ങും എന്തായാലും ഒരു ദിവസം. അത് നിർബന്ധം. ഉറക്കം മുഖ്യം ബിഗിലേ. ഉറക്കം മുഖ്യാണ്. യെസ്. അപ്പൊ എല്ലാവരും വെറുതെ പറഞ്ഞ ചിലപ്പോ പരീക്ഷയുടെ ആ സമയമാകുമ്പോ ചിലപ്പോ ഉറക്കൊക്കെ ചിലപ്പോ കുറഞ്ഞെന്ന് വരാം. അത് സ്വാഭാവികം. പക്ഷേ നമ്മള് ഡെയിലി എന്ത് ചെയ്യണം, കൃത്യമായിട്ട് ഈ ഉറക്കവും കാര്യങ്ങളും റെസ്റ്റും കാര്യങ്ങളും എന്റർടൈൻമെന്റും അല്ലെ, അതൊക്കെ വേണം. കളി ജീവി ഒക്കെ വേണം. വെറും പഠനം മാത്രമായിട്ടല്ല, എല്ലാം വേണം. പിന്നെ SSLCക്ക് ശേഷം +1 വലിയൊരു ചേഞ്ച് ആണല്ലോ വരുന്നത്. SSLCയിൽ പഠിച്ചിരുന്ന പോലെ പഠിച്ചാലും +1 +2 നല്ല മാർക്ക് കിട്ടും? ഒരിക്കലും കിട്ടൂല. കാരണം SSLC എന്ന് പറഞ്ഞാൽ SCRT സ്റ്റേറ്റ് സിലബസ്, +1 +2 പറഞ്ഞാൽ NCERT അറിയാലോ. അപ്പൊ ടെക്സ്റ്റ് ബുക്ക് ഡിഫിക്കൽട്ടി കൂടി. ചട്ട മാത്രമേ മാറുന്നുള്ളൂ. SCRT എഴുതിണ്ടാവും. സംഭവം നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലൊക്കെ SCRT NCERT ആണ്. ശരിക്കും സിലബസ് ഭയങ്കര ടഫ് ആയത് +1 ആയിരുന്നു. കാരണം SSLC കഴിഞ്ഞ് ഒരു കയറുമ്പോൾ ഒരു വലിയ ഡിഫിക്കൽട്ടി തോന്നി. പിന്നെ പഠിച്ചു ഇതൊക്കെ പഠിച്ചാലേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. പിന്നെ കോൺസെപ്റ്റ് വന്നു.
പിന്നെ അതിന് വേണ്ടി ഹാർഡ് വർക്ക് ചെയ്തു. ഒരു 2 മാസം ഭയങ്കര ഒരു ഡിഫിക്കൽട്ട് തോന്നി, പ്രത്യേകിച്ച് ഫിസിക്സ് ഡെറിവേഷൻസ് ഒക്കെ അപ്ലൈ കാണുന്നത്, ന്യൂമറിക്കൽസ് അപ്ലൈ കാണുന്ന. കെമിസ്ട്രിയിലൊക്കെ ഒരു ചാപ്റ്റർ ഇത്ര വെയിറ്റേജാ, ടെക്സ്റ്റ് ബുക്ക് വായിച്ചിരിക്കുമ്പോൾ ടൈം ഒന്നും അറിയേയില്ല. പിന്നെ ആകെ ഒരു പ്രതീക്ഷ തോന്നിയത് ഇംഗ്ലീഷും മലയാളം, അത് 2 NCERT ആയിരുന്നു. പിന്നെ എന്താ 2 മാസം അതൊരു ഡിഫിക്കൽട്ട് തോന്നി. പിന്നെ അത് അഡ്ജസ്റ്റ് ചെയ്ത് വന്നു. 10ാം ക്ലാസ്സിൽ മലയാളം മീഡിയം ആയിരുന്നു? അല്ലല്ല, ഇംഗ്ലീഷ് മീഡിയം ആയിട്ട് പോലും ഒരു ഡിഫിക്കൽട്ട് തോന്നി അങ്ങോട്ട്. ഡിഫിക്കൽട്ടി പറഞ്ഞാൽ വായിച്ചാൽ മനസ്സിലാവും, പക്ഷെ കുറെ ടൈം ഉണ്ട് വായിക്കുമ്പോൾ ടെസ്റ്റ്, അതൊരു ഡിഫിക്കൽട്ടി തോന്നി. പിന്നെ അത് അഡ്ജസ്റ്റ് ചെയ്ത് വന്നു അങ്ങോട്ട്. പിന്നെ മോനെ എക്സാംസ് ഒക്കെ എഴുതുന്ന സമയത്ത് എങ്ങനെയായിരുന്നു ടൈം ഒക്കെ മാനേജ്മെന്റ് ചെയ്തു? ടൈം മാനേജ്മെന്റ് എനിക്ക് ഓരോ സബ്ജക്റ്റിനും ഓരോ ടൈം മാനേജ്മെന്റ് ആണ്. മലയാളം ആണെങ്കിൽ ഞാൻ ഫസ്റ്റ് essay ക്വസ്റ്റ്യൻസ് ചെയ്തു, പിന്നെ ഷോർട്ട് ആൻസേഴ്സ്, ഫസ്റ്റ് essay എല്ലാത്തിലും അങ്ങനെ ഫസ്റ്റ് essay ചെയ്തു. പിന്നെ ഫിസിക്സ് ഒക്കെ വരുമ്പോൾ ഡെറിവേഷൻസ് ഫസ്റ്റ് ചെയ്തു, ന്യൂമറിക്കൽസ് ലാസ്റ്റ് വെക്കും. ബയോളജി പിന്നെ ഓർഡറിൽ തന്നെ പോകും. പിന്നെയുള്ളത് മാത്സ് ഒക്കെ ആണെങ്കിൽ നോർമൽ രീതിയിൽ തന്നെ എഴുതി പോകും. അപ്പൊ ഓരോരുത്തരുടെയും രീതി വ്യത്യാസം ഉണ്ടാവും. അപ്പൊ എന്തായാലും പരീക്ഷ നിങ്ങളുടെ രീതി എങ്ങനെയാണെന്നനുസരിച്ച് അതിനനുസരിച്ച് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇപ്പൊ മോൻ ആദ്യം essay ഒക്കെ എഴുതുന്നത്, ഞാനൊക്കെ പേഴ്സണലി പറയുന്നത് 1 മാർക്ക് ക്വസ്റ്റ്യനൊക്കെ ആദ്യം അറിയുന്നൊക്കെ എഴുതുക, എന്നിട്ട് അറിയാത്താണെങ്കിൽ ഒഴിച്ചിടുക, എന്നിട്ട് essayയിലേക്ക് കിടക്കുക എന്നുള്ളതാണ് നമ്മളൊക്കെ പ്രിഫർ. പക്ഷെ മോനെ വിഷയമല്ല, ഇവിടെ എന്തും പോകുന്ന പറഞ്ഞ പോലെ. ഞാൻ പക്ഷെ ടൈം മാനേജ്മെന്റ് റെഡി ആട്ടോ. എനിക്ക് എക്സാം ഏതെങ്കിലും സബ്ജക്ട് എഴുതിയപ്പോ സമയം തികയാതെ വന്നായിട്ട് തോന്നി? ഇല്ല, അങ്ങനെ വന്നിട്ടില്ല. ഇല്ല, ഈ 2 വർഷമല്ല, എനിക്ക് അങ്ങനെ സ്കൂൾ ലൈഫിൽ അങ്ങനെ വന്നിട്ടില്ല. അങ്ങനെ ഞാൻ എക്സാം എഴുതുന്ന മുമ്പേ, അല്ല വീട്ടിൽ നിന്ന് പോകണ മുമ്പേ ടൈം മാനേജ്മെന്റ് ഓർമ്മയുണ്ടാവും. 1-2 മിനിറ്റ് അങ്ങോട്ടോ ഇങ്ങോട്ടോ പോകും, അത് സ്വാഭാവികമാണ്. ചിലപ്പോൾ ഏത് ലെങ്ത് കൂടി പോവുക കുറഞ്ഞൊക്കെ ചെയ്യും. ഇനി മോന്റെ എന്താ പറയാ പഠന രീതിയില് ടൈം ടേബിൾ ക്രിയേറ്റ് ചെയ്തിട്ട് പഠിക്കുക അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഉണ്ട്? അങ്ങനെ ഈ കുട്ടികൾക്ക് ഇതൊക്കെ അറിയാം, എങ്ങനെയാണ് ഇവർ ഈ ലെവലിൽ എത്തിയത് എന്ന് അറിയാൻ ആഗ്രഹിക്കുന്ന ഒരുപാട്. ടൈം ടേബിൾ ക്രിയേറ്റ് ചെയ്യാറില്ല, ബട്ട് ഒരു ടൈം ടേബിൾ ക്രിയേറ്റ് ചെയ്യാറുണ്ട്. ഞാൻ പറഞ്ഞുതരാം. ഞാൻ ഒരു സ്കൂളിലെ ചാപ്റ്റർ എക്സാമിനറിലോ അല്ലെങ്കിൽ സ്കൂളിലെ ചാപ്റ്റർ തീരുകയാണെങ്കിൽ ആ ചാപ്റ്റർ അന്നാൾ പഠിക്കുകയൊന്നുമില്ല, പക്ഷെ ഒരാഴ്ചക്കുള്ളിൽ ആ ചാപ്റ്റർ പഠിച്ചിരിക്കുകയാണ്, അത് ഉറപ്പാണ്. ചിലപ്പോൾ സ്കൂളിൽ എടുക്കുന്ന സാധനങ്ങൾ അന്നാൾ പഠിക്കാൻ പറ്റിയെന്ന് വരില്ല, ഇവിടെ എടുക്കുന്ന അന്നാൾ പഠിക്കാൻ പറ്റിയെന്ന് വരില്ല, പക്ഷെ ഒരാഴ്ചക്കുള്ളിൽ ഞാൻ പഠിച്ചിരിക്കും. ആ ഒരു കാറ്റഗറി തന്നെയാണ് ഞാൻ എല്ലാ സബ്ജക്റ്റിലും ഫോളോ ചെയ്യുന്നത്. അതുപോലെ തന്നെ നല്ലൊരു എന്താ പറയുക, ഡിസംബർ ജനുവരി ആകുമ്പോൾ തന്നെ എല്ലാ പോർഷൻസും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ 2 മാസം റിവിഷൻ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നുണ്ട് 2 കൊല്ലം. ഒരു വീക്കിലി ടാർഗറ്റ് ഉണ്ട്. ആഴ്ചയിൽ ഇപ്പൊ നമ്മളൊരു ചാപ്റ്റർ സ്കൂളിൽ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് എന്ത് ചെയ്യണം, ആ പഠിപ്പിച്ച കാര്യങ്ങൾ ഒരു ആഴ്ച കൊണ്ട് അത് തറവാക്കിയിരിക്കും. അത് പിന്നത്തേക്ക് വെക്കാൻ പാടില്ല. പിന്നത്തേക്ക് വെക്കില്ല. അതാണ് ഒരാഴ്ച നമ്മൾ മടിയൊക്കെ ഉള്ള ആരും ചിലപ്പോ 1-2 ദിവസം എന്തെങ്കിലും വരാൻ കുഴപ്പമൊന്നുമില്ല, പക്ഷെ അതിനപ്പുറം ഒരാഴ്ചത്തേക്ക് പോകാൻ പാടില്ല എന്നുള്ളതാണ് അല്ലെ. പിന്നെ എന്താ പറയാ, നമ്മുടെ എക്സാമിനറിൽ ഏതെങ്കിലും ക്ലാസ്സിലിടയിൽ, അതായത് അലക്സാറോ അലൻസാറോ അർച്ചന മിസ് ആരെങ്കിലും ഒക്കെ പറഞ്ഞ വല്ല ട്രിക്കോ ടിപ്പോ അങ്ങനെ എന്തെങ്കിലും ഇപ്പോഴും ഓർമ്മയുള്ള സ്ട്രൈക്ക് ചെയ്ത് നിൽക്കണം അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ട്രിക്കോ ട്രിപ്പോ ഏറ്റവും കൂടുതൽ ട്രിക്ക് പറഞ്ഞത് ബയോളജി ക്ലാസ് അർച്ചന മിസ്സാ. കാരണം ഓരോ എന്താ പറയാ ബയോളജിയിൽ ഓരോ വേർഡ്സിന്റെയും എന്താ പറയാ കോഡ് നെയിം, അതേപോലെ തന്നെ ഓർത്ത് വെക്കാൻ ട്രിക്സ് ഒക്കെ പറഞ്ഞത് അങ്ങനെ തന്നെയാണ്. എനിക്കിപ്പോൾ ഓർമ്മ സെൽ ഡിവിഷനിലൊക്കെ കഴിഞ്ഞാലും പഠിച്ചത് പ്രോ മെറ്റ ആനാ നെയിം ടീലോ അങ്ങനെയൊക്കെ പറഞ്ഞത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. കാരണം മിസ് പറഞ്ഞ ടിപ്സ് ഭയങ്കര യൂസ്ഫുൾ ആണ്. എനിക്കിപ്പോഴും ടിപ്സ് ഒക്കെ ഓർമ്മയുണ്ട്. അങ്ങനത്തെ ടിപ്സ് ഓർത്ത് വെക്കാറുണ്ട്. അങ്ങനത്തെ ട്രിക്കുകളൊക്കെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തുന്നതുകൊണ്ട് കുട്ടികൾക്ക് അതുകൊണ്ട് വല്ല പ്രയോജനം ഉണ്ടാവും? ഉറപ്പായിട്ടുണ്ട്. കാരണം എന്താ പറയുക, ഞാൻ എപ്പോഴേ പറഞ്ഞില്ല, എപ്പോഴും എനിക്ക് ഓർമ്മയുണ്ടാകുന്നത് എക്സാം ടൈമിൽ എപ്പോഴും ഓർമ്മയുണ്ടാവും. ഒന്ന് റിവൈസ് ചെയ്താൽ മതി. ക്ലാസ്സിലേക്ക് കേൾക്കുന്ന കാര്യങ്ങൾ അപ്പോൾ തന്നെ പഠിച്ചിട്ട് റിവൈസ് ചെയ്യുക. ഞാൻ ടിപ്സ് പഠിക്കാൻ വേറെ ടൈം എടുക്കാറില്ല, അപ്പൊ ഒന്ന് ഓർത്ത് വെക്കും. പിന്നെ സ്റ്റിക്കി പേപ്പറിൽ എഴുതി വെച്ചിട്ട് എന്റെ ഷൂമിൽ ഒട്ടിച്ച് വെക്കും. മോന് സ്വന്തമായിട്ട് ഇങ്ങനെ കോഡൊക്കെ ഉണ്ടാക്കാറുണ്ടോ? ഇടയ്ക്ക് ഉണ്ടാക്കാറുണ്ട്, പക്ഷെ ഒന്നും വർക്ക് ആവാറില്ല. എക്സാം ടൈമിൽ ഓർമ്മ വരില്ല, ഇടയ്ക്ക് ഉണ്ടാക്കി വെക്കും. പക്ഷെ 4 ചിലതൊക്കെ ഓർമ്മ വരാറുണ്ട് എക്സാം ടൈമില്. ഓക്കെ. അപ്പൊ അതൊക്കെ നമ്മൾ സ്വയം എന്ത് ചെയ്യണം, കുറെയൊക്കെ ഇൻവെന്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തന്നെ മറ്റൊരാളുടെ കോഡ് കോപ്പി അടിക്കുന്നതിനേക്കാൾ നല്ലത് നമ്മൾ സ്വന്തമായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നുകൂടെ നന്നാവും, ബെറ്റർ ആണ്. ചിലപ്പോൾ ഓർമ്മ നിൽക്കാൻ ബെറ്റർ ആണ്. ഇനി +2 നമുക്ക് എഴുത്ത് പരീക്ഷ മാത്രമല്ലല്ലോ, പ്രാക്ടിക്കൽ ഉണ്ടല്ലോ. ഈ രണ്ടും കൂടെ എങ്ങനെ മാനേജ് ചെയ്ത്? പ്രാക്ടിക്കൽ എക്സാംസ് ഞാൻ എനിക്ക് ലാബുള്ളത് വ്യാഴാഴ്ച ദിവസമാണ്. ഫിസിക്സും കെമിസ്ട്രി ഒരു ദിവസമാണ് വ്യാഴാഴ്ച ദിവസം ലാബുള്ളത്. അപ്പൊ ഞാൻ ബുധനാഴ്ച തന്നെ ബുധനാഴ്ച വൈകുന്നേരം തന്നെ ലാബിന്റെ പ്രാക്ടിക്കൽസ് അത്യാവശ്യം നോക്കിയിട്ട് പോകും. പിന്നെ എന്താ പറയുക, ലാബ് എക്സാം ആയപ്പോൾ ലാബ് എക്സാമിന് വേണ്ടി മാത്രം മാറ്റി വെച്ചു. അതിന് തിയറിയും ടാബുലർ കോളം പിന്നെ സോൾട്ട് അനാലിസിസ് അതെല്ലാം അതേ മാത്രം പഠിച്ചു. പിന്നെ ബയോളജി ലാബ് അത് ഞാൻ പഠിച്ചു. ലാബ് പ്രാക്ടിക്കലി പഠിച്ചത് ലാബ് എക്സാമിന്റെ മെയിൻ എക്സാമിന്റെ ഒരു 2 weeks ബിഫോറാണ്. അല്ലാതെ +2 തുടങ്ങിയ മുതൽ ലാബ് പഠിച്ചിട്ടില്ല. ഞാൻ ലാബിന് പോകും, അത് അപ്ഡേറ്റ് ആയിരിക്കും, അറിയാം, പക്ഷെ ഒരു റിവൈസ് ചെയ്യേണ്ടി വരും. പഠിച്ചിട്ടില്ല ശരിക്കും പറയുകയാണെങ്കിൽ. ലാബ് എക്സാം 2 ആഴ്ച മുമ്പ് നല്ല വൃത്തിയിൽ പഠിച്ചിട്ട് പോയി, അത് നല്ല ഓർമ്മയുണ്ട്.
അത് ലാബിൽ അപ്ലൈ ചെയ്യാനും പറ്റി. പിന്നെ ഈ റെക്കോർഡൊക്കെ വരച്ച് ഇതൊക്കെ എങ്ങനെ ആരെങ്കിലും ഒക്കെ ഹെൽപ്പ് ചെയ്തിട്ടില്ല? ഇല്ല റെക്കോർഡ് അങ്ങനത്തെ ഒന്നും ഇല്ല. അങ്ങനെ പറഞ്ഞു ആരും വരച്ചിട്ടൊന്നും ഇല്ല. സ്വന്തമായിട്ട് വരച്ച അവസാനം. അതെ അതെ, കാരണം അവർക്ക് തന്നെ ഉണ്ടാവും ഇഷ്ടം പോലെ. അവർക്ക് മീൻസ് പിന്നെ ബയോളജി റെക്കോർഡൊക്കെ വരയ്ക്കാൻ പറഞ്ഞ വെക്കേഷൻ ടൈമില്ല, +1 വെക്കേഷൻ ടൈമിലില്ല. ഓക്കെ, അപ്പൊ റെക്കോർഡൊക്കെ നന്നായിട്ട് വരച്ചോ? ഓ അത് വരച്ചു. ഛർദിലൊന്നും വരച്ചില്ല. ഓക്കെ, അവസാനം അതിന്റെ മേലെ ഒരു ആണി അടിക്കൂലേ? ഓ അത് കാണുമ്പോ കാരണം ഫസ്റ്റിൽ എനിക്ക് ലാബ് കഴിഞ്ഞത് എന്താ പറയാ ബയോളജിയാ. ബയോളജിയിൽ ബോട്ടണി ഫസ്റ്റ് കഴിഞ്ഞത്. അത് കഴിഞ്ഞ് ബോട്ടണിയിൽ അടിച്ചപ്പോ ഒരു മനസ്സിലൊരു വേദന, ആണിച്ച റെക്കോർഡില്ല മനസ്സിലാണ് അടിച്ചത് തോന്നുന്നത്. അങ്ങനത്തെ ഒരു ഫീല് വന്നു. ഒരു 2 മാസത്തോളം നമ്മള്, അല്ല 2 മാസമല്ല, ഇപ്പൊ ഒരു വർഷത്തോളം നമ്മൾ കൊണ്ടുവരുന്നത് റെക്കോർഡ് വെക്കും. അതിന്റെ മുകളിൽ വെച്ച് ആണിരിക്കുമ്പോ ഒരു ശരിയല്ല. ഇനി 10ാം ക്ലാസ്സിലൊന്നും +1 എത്തുന്ന മക്കൾക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും. അതായത് ഇപ്പൊ അലോട്ട്മെന്റ് പ്രോസസ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. ഞാൻ ഏത് കോഴ്സ് സെലക്ട് ചെയ്യണം, ഏത് സ്കൂള് സെലക്ട് ചെയ്യണം, അങ്ങനെയൊക്കെ ഉള്ളത്. അത് എങ്ങനെയായിരിക്കും നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് കുട്ടികൾ പറഞ്ഞു കൊടുക്കുകയാണ്? അത് നമ്മുടെ താല്പര്യത്തിന് സെലക്ട് ചെയ്യണം. എന്റെ അമ്മയ്ക്ക് ആഗ്രഹം ഞാൻ കൊമേഴ്സ് എടുക്കാനായിരുന്നു ആഗ്രഹം. അമ്മ കുറെ നിർബന്ധിച്ചു കൊമേഴ്സ് എടുക്കാൻ. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് കൊമേഴ്സ് താല്പര്യമില്ല, എനിക്ക് സയൻസാണ് താല്പര്യം. അപ്പൊ അമ്മ ഓക്കെ നല്ല താല്പര്യം, നീലേ പഠിക്കും, നല്ല താല്പര്യത സയൻസ് എടുത്തോളം പറഞ്ഞു. അങ്ങനെ സയൻസിലേക്ക് വന്നത്, ബയോ സയൻസ്. എനിക്ക് പറഞ്ഞു എനിക്ക് ബയോളജി പഠിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്, അതെനിക്ക് ബയോളജി എടുക്കാനായിട്ട് പറഞ്ഞു. അപ്പൊ എന്റെ വീട്ടിൽ നിന്ന് ഒരു എന്താ പറയാ പ്രഷർ കൊടുത്തിട്ടില്ല. എനിക്ക് എന്റെ താല്പര്യത്തിനനുസരിച്ചാണ് ഞാൻ എടുത്തത്. അതുകൊണ്ട് എനിക്കൊരു കുറ്റം പറയാനും ഇല്ല. എനിക്ക് വൃത്തിയിൽ പഠിക്കാം, എനിക്ക് ഇഷ്ടം സബ്ജക്ട് എനിക്ക് പഠിക്കാൻ പറ്റി. അപ്പൊ നമ്മുടെ ഇഷ്ടത്തിനാണ് നമ്മൾ സബ്ജക്ട് എടുക്കേണ്ടത്, അല്ലാതെ ആരും എന്താ പറയാ റെക്കമെൻഡ് ചെയ്തല്ല എടുക്കേണ്ടത്. അതന്നെ എനിക്ക് പറയാനുള്ളത്. സയൻസ് എടുത്തത് കൊണ്ട് ബുദ്ധിമുട്ടാവും, സയൻസ് ഭയങ്കര ടഫാണ്, അങ്ങനെയൊക്കെ ഉണ്ട്. അതായത് 10ാം ക്ലാസ്സിൽ ഒരു 7 A+ വരെ കിട്ടിയ ഒരു കുട്ടിയാണെന്ന് വിചാരിക്കാം, അല്ലെങ്കിൽ ഒരു 6 A+. കണക്ക് പറയുകയാണെങ്കിൽ നമുക്ക് ചിലപ്പോ ഈ 4 A+ നഷ്ടമായത് ചിലപ്പോൾ ലാംഗ്വേജസ്, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജിയിലൊക്കെ A ഗ്രേഡ് കിട്ടിയ കുട്ടി അങ്ങനെ എടുക്കാം. ഓക്കെ, അങ്ങനെ ഒരു കുട്ടിക്ക് +1 സയൻസ് എടുത്താൽ ബുദ്ധിമുട്ടാവും? ഒരിക്കലും ഇല്ല. കാരണം +1 പഠിക്കുന്ന കാര്യങ്ങൾ +1 തന്നെ പഠിച്ചാൽ മതി. എന്നാൽ തന്നെ +2 ഫുൾ A+ നേടാൻ പറ്റും. കാരണം 10ാം ക്ലാസ്സിൽ ഇപ്പോൾ ഫുൾ A+ പല കുട്ടികൾക്ക് +2 ഫുൾ A+ ഇല്ല. 10ാം ക്ലാസ്സിൽ A+ ഇല്ല കുട്ടികൾക്ക് +2 എന്റെ ഫ്രണ്ടിന് തന്നെ 99% മാർക്ക് വരുന്നുണ്ട്. 10ാം ക്ലാസ്സിൽ എനിക്ക് തോന്നുന്നു 3 A+ എന്തേ ഉള്ളൂ. അപ്പൊ 10ാം ക്ലാസ് ഒരിക്കലും ഒരു അവസാനമല്ല, +2 അവസാനമല്ല. +2 അവസാനമല്ല. അന്ന് നമ്മളത് പറയുമ്പോ, അതായത് നമ്മുടെ ജീവിതത്തിലെ മികച്ച ടേണിംഗ് പോയിന്റ് ആണ്. വെറുതെ പറയുന്ന 10ാം ക്ലാസ്സും +2 ടേണിംഗ് പോയിന്റ് ആണ്. പക്ഷെ ഇതൊന്നും തുടങ്ങിയിട്ടാണല്ലോ, ഇനി ഇഷ്ടം പോലെ ഉണ്ട് കിടക്കാൻ. പോലെ വളവുകൾ നമ്മുടെ താമരശ്ശേരി ചുരം പോലെയാണല്ലേ. സ്ട്രൈറ്റ് ടൈം വരാണ്ട് ഞാൻ അങ്ങോട്ട്. അപ്പൊ ഇനി ഭാവിയിൽ എന്താ പരിപാടി? ഭാവിയിൽ ഞാൻ നീറ്റ് എഴുതി. അപ്പൊ എന്താ പറയാ കിട്ടാൻ, എനിക്ക് ഫിസിക്സ് ഭയങ്കര ടഫായിരുന്നു. അപ്പൊ ഞാൻ റിപ്പീറ്റ് ജോയിൻ ചെയ്തു ഞാൻ. അപ്പൊ നീറ്റ് എഴുതിയിട്ട് പോകാനായിരുന്നു ആഗ്രഹം. അപ്പോ ഭാവിയിൽ നീറ്റ് ഡോക്ടർ ആവാനുള്ള എന്താ പറയാ, എന്തെങ്കിലും അസുഖമൊക്കെ വന്നു കഴിഞ്ഞാൽ ഓടി ചെല്ലാൻ ഒരാളുണ്ടാവും അല്ലെ? ഏതെങ്കിലും സ്പെഷ്യലൈസേഷൻ ആഗ്രഹിക്കുന്നുണ്ട്? സർജൻ അല്ലെ? ചെയ്യണം. അപ്പോ അങ്ങനെ എല്ലാ ആഗ്രഹങ്ങളും നേരിട്ട് പിന്നെ പറയാനുള്ളത് എന്താ വെച്ചാല്, അവസാനമായിട്ട് മക്കളോട്, അതായത് ഈ ഇന്റർവ്യൂ കാണുന്ന, അതേപോലെ മോനെ പോലെ നല്ല മാർക്കൊക്കെ നേടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് മക്കളുണ്ട്. അവർക്ക് എന്ത് മെസ്സേജാണ് മോനെ കൊടുക്കാൻ? മെസ്സേജ് കൊടുക്കാനുള്ളത്, ജീവിതത്തിൽ സക്സസ്ഫുൾ 2 കാര്യങ്ങളാണ് വേണ്ടത്. ഒന്ന് ഭാഗ്യം, ഒന്ന് ഹാർഡ് വർക്ക്. ആ ഭാഗ്യം നമ്മുടെ കയ്യിലല്ല, അത് ദൈവത്തിന്റെ കയ്യിലാണ്. ഹാർഡ് വർക്ക് നമ്മുടെ കയ്യിലാണ്. അപ്പൊ ഞാൻ പായി ദൈവം പായി എന്നാണല്ലോ, ആ ദൈവം പായി തന്നോളൂ എന്തായാലും. ബാക്കി വഴി നമ്മൾ എടുക്കുക. ഹാർഡ് വർക്ക് ചെയ്താൽ അതിന്റെ റിസൾട്ട് ഉറപ്പായി ഉണ്ടാവും, അത് ഷുവറാണ്. അപ്പൊ അത്രേ ഉള്ളൂ അല്ലെ? അപ്പോ എനിവേ നൈസ് ടോക്ക് കൃഷ്ണ. അപ്പോ ഇത് അവസാനം വരെ എല്ലാവരും കാണണം കേട്ടോ. അങ്ങനെയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ അതുൽ കൃഷ്ണ പറഞ്ഞു തന്നിട്ടുണ്ട്, നിങ്ങളുടെ ജീവിതത്തിലേക്ക് പകർത്തിയെടുക്കാൻ പറ്റിയ ഒരുപാട് നല്ല കാര്യങ്ങൾ. അപ്പോ ഓൾ ദി ബെസ്റ്റ്, വീണ്ടും കാണാം. അതുവരെ.